UDFന് CPIM RSS ചർച്ചയുടെ പേരിൽ ഒന്ന് അർമാദിക്കാൻ ഇടം കിട്ടിയതാണ്. അപ്പോഴാണ് രാജൻ ബാബു വെള്ളാപ്പള്ളിയുടെ വക്കാലത്തുമായി കയറി വരുന്നത്. രാജൻ ബാബു വഴി BJP വെള്ളാപ്പള്ളി ഗ്രൂപ്പ് കോൺഗ്രസിലേക്ക് ഒരു പാലം ഇട്ടിരിക്കുകയായിരുന്നു എന്നാണല്ലോ CPIMന്റെ ആക്ഷേപം. അതിനെ ഖണ്ഡിക്കാൻ അതാ വരുന്നു വാളുമെടുത്ത് സുധീരനും ചാണ്ടിയും ചെന്നിത്തലയും എല്ലാം കൂടി. രാജൻ ബാബുവിനെ പുറത്താക്കുമെന്നാണ് ഭീഷണി. എന്താണ് രാജൻ ബാബു ചെയ്ത കുറ്റം? വിദ്വേഷ പ്രസംഗത്തിൽ കുടുങ്ങിയ പാവപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ ജാമ്യത്തിൽ എടുത്തു എന്നത് മാത്രം. ചെന്നിത്തലയും കൂട്ടരും കുരുക്കിട്ടിരിക്കുകയായിരുന്നുവല്ലോ നടേശ ഗുരുവിന്റെ കഴുത്തിൽ. യവനെല്ലാം കൂടെ ഈപ്പം പാപ്പച്ചയെ നിയമം പഠിപ്പിച്ചൊലത്താൻ വന്നതാ. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. യോഗത്തിൻ്റെതായിട്ടുള്ള കേസുകൾ, SNDP യോഗത്തിൻ്റെതായിട്ടുള്ള കേസുകൾ വരുന്നതിന് 94 മുതൽ രണ്ടിൻ്റെയും രജിസ്റ്ററാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രൊഫഷണലിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്റെ കക്ഷിയെ ഇറക്കി വിടുന്നതാണ് സാറേ ബുദ്ധി. വക്കീൽ SIയുടെ ഫീസ് ഊരി. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വെള്ളാപ്പള്ളി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന നിലപാട്, കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള നിലപാട്, അത് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ശ്രീ രാജൻ ബാബുവിനെ പോലുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ചുമതല നിർവഹിക്കേണ്ടി വരും. പക്ഷേ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. എന്തായാലും ജാമ്യമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴുണ്ടായ പുതിയ സാഹചര്യം വിചിത്രമാണ്. VM സുധീരനും ഉമ്മൻചാണ്ടിയും മാത്രമല്ല, സാക്ഷാൽ KK ഷാജു പോലും രാജൻ ബാബുവിനെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കളഞ്ഞു. എന്തു ചെയ്യാം, മര്യാദയ്ക്കൊന്ന് വക്കീൽ പണിയെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് പുറത്താകാതിരിക്കാൻ രാജൻ ബാബു UDFന്റെ നയവും വർഗീയ വിരുദ്ധതയുമെല്ലാം ആണയിട്ട് ആവർത്തിച്ചു. UDFനെ ബോധിപ്പിക്കാൻ വർഗീയവാദികളെ ചീത്ത വിളിച്ചു. ഞാൻ നിങ്ങളെ ഭാഗം കൂടുന്ന വിചാരിച്ചോ? ഡോക്ടറിന്റെ മേലധികാരിയാ. അയാൾക്ക് എന്നെ തെറി വിളിക്കാനും ചീത്ത പറയാനും കൊല്ലാൻ വരെ അധികാരമുള്ള ആളാ. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ. ശ്രീ രാജൻ ബാബു UDFന്റെ നിലപാടനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാട് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ തമ്മിൽ പലതുണ്ടാവും എന്ന് വെച്ചിട്ട് അതിലായിട്ട് ഞാൻ സഹിച്ചോളന്ന. നീ പറഞ്ഞൊന്നും അവര് കേട്ടില്ലല്ലോ. കേട്ടു. നീ ഉമ്മറത്തെത്തുന്നതിന് മുമ്പ് അവരകത്തോട്ട് കയറി പോയല്ലോ. കേറിപ്പോയ താതറെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല. UDFന്റെ നയത്തിന് വിരുദ്ധമായ ഒരു കേസിലും ഞാൻ ഹാജരായിട്ടും ഇല്ല. സാർ, ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ. 10-50 പേരെ തലക്കടിച്ച് കൊല്ലണ ദുഷ്ടന്മാരെ ദയാഹർജി വരെ സർക്കാർ പരിഗണിക്കലുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ എനിക്ക് തീരെ പേടിയില്ലാത്തത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഏതാ നീ ഉദ്ദേശിച്ചത്? രാജൻ ബാബു എന്ന് പറയുന്ന UDFിൽപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാവ് എന്തുകൊണ്ടാണ് കോടതിയിൽ ഹാജരായി നിയമോപദേശം നൽകിയതും മറ്റും എന്നുള്ളതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയുണ്ടായി. സുധീരൻ ചോദ്യം ചെയ്യുകയുണ്ടായി. കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യുകയുണ്ടായി. വാസ്തവത്തിൽ ഒരു നിയമോപദേശം നൽകാനുള്ള ഒരു നിയമപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സർഗവൈഭവം അത് ഉപയോഗപ്പെടുത്തുന്നതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് എത്രയോ കേസുകളിൽ, ഇപ്പോൾ ലോട്ടറി കേസിൽ തന്നെ അഭിഷേക് സിംഗ്വി ഇവിടെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ ലോട്ടറി രാജാവിന് വേണ്ടി ഹാജരായി. അതേക്കുറിച്ചൊക്കെ വിവാദമുണ്ടായതാണ്.
കോൺഗ്രസിന് സ്പോക്സ്മാൻ ഇവിടെ വന്നു. എത്രയോ കേസുകളിൽ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഹാജരാകാറുണ്ട്. അതുകൊണ്ട് സുധീരൻ അത്തരത്തിലുള്ളൊരു ആരോപണം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നടത്തുന്നതിൽ അർത്ഥമില്ല. ഒരു ചെറിയ കുറ്റം ചെയ്തു പോയ എന്നെ വഴിയാതാലാക്കരുത് സാർ. ജോലി പോയാൽ എല്ലാവരും പട്ടിണിയായി പോവും. ജാമ്യത്തിൻ്റെ കാര്യത്തിനോ ആ ക്രിമിനൽ കേസിലോ അദ്ദേഹത്തിനു വേണ്ടി അഭിഭാഷകനായി ഒരു കോടതിയിലും ഹാജരായിട്ടില്ല. ഹൈക്കോടതി തന്നെ മുൻകൂർ ജാമ്യം ഓർഡർ ഉത്തരവിട്ടതാണ്. അപ്പോൾ ആലുവയിൽ ജാമ്യക്കാർ പോയി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു നടപടി മാത്രമേ ഉള്ളൂ. അതിനുപോലും വേറെ അഭിഭാഷകരാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. അപ്പോൾ അഭിഭാഷകരായിട്ട് ഞാൻ അതിനകത്ത് എടുത്തിട്ടില്ല. ഹർജി എഴുതുമ്പോ നീ അതൊന്നും ഓർത്തില്ലല്ലോ. എന്റെ മയ്യത്തട്ടിൽ എടുക്കുന്നത് വരെ ഞാനത് ഓർക്കും. ഓർത്തില്ലേല് നിന്റെ മയ്യത്തിന് കാരണക്കാരൻ ഈ ഞാനായിരിക്കും. ഒരേ ഒരു ചാൻസ് കൂടി ഞാൻ തരുന്നു, നിന്റെ കുട്ടികളെ ഓർത്ത് മാത്രം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്, കളവ് പ്രവർത്തിക്കരുത്. ഒരിക്കലും എന്ത് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാ. മാർക്കറ്റിൽ പോണോ, നെല്ലുത്തണോ, തുണി അലക്കണോ, ചോറ് വെക്കണോ? തൽക്കാലം പോ. രാജൻ ബാബുവിനെ ഇനി മൂലക്കിരുത്തുമോ, UDFന്റെ പതിവ് പരിപാടികൾ പോലെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രസ്താവനയിൽ ഒതുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മോദിയുടെ സ്വപ്നങ്ങൾ.